ജഗദീഷേ, നിനക്ക് നിന്റെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാ നീ ജീവിക്കുന്നതെന്ന്? എന്താടാ ഇവള് പറയുന്നതൊക്കെ? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആരെങ്കിലും അത് പറഞ്ഞു തന്നാ പോലും അതൊന്നും നിങ്ങളുടെ തലേ കയറില്ല. കാരണം മക്കളുടെ ജീവിതം നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. സാവിത്രി, നിർത്ത. ഞാൻ നിർത്താൻ പോകുന്നില്ലമ്മേ. എന്റെ ഭർത്താവിന്റെ ചീനയുടെ ചൂട് അറിയിട്ടില്ല. എന്റെ താലിയറ്റു. ഈ സമയത്തെങ്കിലും അമ്മയുടെ മകൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാ സംസാരിക്കുക? 3 മക്കളെ ജനിപ്പിച്ചെങ്കിലും നിങ്ങൾക്കൊന്നും അവരോടായിരുന്നില്ല പ്രിയം, പുറത്തുനിന്ന് വന്നവരോടായിരുന്നു. മകനേക്കാൾ കൂടുതൽ സ്നേഹിച്ചത് അവന് തുണയായി കൊടുത്ത ദത്തുപുത്രിയെ. സാവിത്രി, വാക്കുകൾക്ക് പരിധിയുണ്ട്. അച്ഛന് പൊള്ളും. എന്തിനും ഏതിനും പുരാണം ഉദ്ധരിക്കുന്ന ആളാണല്ലോ അച്ഛൻ. അതിലെ കഥാപാത്രങ്ങളും അവരുടെ മക്കളും ഒക്കെ അച്ഛന്റെ മനസ്സിലുള്ളൂ. ചേച്ചി മതി. നിനക്കെന്റെ അവസ്ഥ മനസ്സിലാവണമെങ്കിൽ ഞാനിപ്പോ നിൽക്കുന്നിടത്തേക്ക് നീ വന്നെത്തി നിൽക്കണം ജഗദീഷ്. ഇവർ നിന്നെ എത്തിക്കോ അവിടെ. ആണായി ജീവിക്കാനോ ആണിന്റെ തുണയോടെ ജീവിക്കാനോ ചെമ്പകമംഗലത്തെ ജനാർദ്ദന കൈമളിന്റെ രാജലക്ഷ്മി അമ്മയുടെ മക്കൾക്ക് വിധിയില്ലടാ. സാവിത്രി, ഇവിടെ വേരൂന്നി വളരുന്നത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ചെടികളാ. ഒരു ദത്തുപുത്രിക്ക് വേറൊരു ദത്തുപുത്രിയായി ആ പരമ്പര ഇങ്ങനെ തുടരുക. രണ്ടാമത് വന്നവക്ക് ഇവിടെ കടിച്ചു തൂങ്ങാൻ ഒരു ന്യായമുണ്ട്. എന്റെ മകന്റെ ചോരയിൽ പിറന്ന കുഞ്ഞ് അവളുടെ ദത്തുപുത്രിയാണത്രേ. എവിടെ പിടിച്ചാലാ അമ്മയും അച്ഛനും ഒക്കെ വീഴുകയെന്ന് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അവരൊക്കെ തളിച്ചു വളരുമ്പോ ഞങ്ങളൊക്കെ പടുമരങ്ങള്. ചെല്ല്, അകത്തുണ്ടാവും കൊച്ചുമോള്. ചെന്ന് അരിയിട്ട് വാഴിച്ച് മൃഷ്ടാന്നം കൊടുത്ത് പല്ലക്കിലെടുത്തോട്ട് പോയി പല്ലി ഉറക്ക്. പക്ഷേ ഒരപേക്ഷയുണ്ട്. എന്റെ രാമേട്ടന്റെ ചിതാഭസ്മെങ്കിലും എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു അമ്മ മകൾ ചോറൂട്ട്. വാടി ഇവിടെ. വാടി ഇങ്ങോട്ട്. വരാനല്ലേ പറഞ്ഞത്? ഇങ്ങോട്ട് വരാൻ. രാജലക്ഷ്മി, അമ്മേ, ഇങ്ങോട്ട് വാടി. എന്താ നീ കാണിക്കുന്നത്? എന്തക്രമമായി കാണിക്കുന്നേ? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ? പിന്നെ നിന്റെ ഒരു കുഞ്ഞ് എവിടേക്കെങ്കിലും പൊയ്ക്കോ. ആ ഇന്ദ്രജയുടെ അടുത്തേക്കോ ഏതെങ്കിലും നരകത്തിലേക്കോ പോ. നാശം.
അമ്മേ, ഭയങ്കര ആ വൃത്തികെട്ടവളുടെ അടുത്തേക്ക് ചെല്ല്. രാമഭദ്രന്റെ ഒരു പിടി ചാരമെങ്കിലും കാണാനുള്ള അവസരം ഞങ്ങൾക്ക് താ. അങ്ങാടി തോറ്റന് അമ്മയുടെ നേരെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇന്ദ്രജത നായ്ക്ക് പേ പിടിച്ചതിന് എന്റെ കുഞ്ഞെന്ത് പിടിച്ചു? അമ്മേ, രാമേട്ടന്റെ മരണത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ അതിന് പാവപ്പെട്ട എന്റെ ഈ വല്യേട്ടനെ കുഞ്ഞെന്ത് തെറ്റാ ചെയ്തത്? ഈ നാശം പിടിച്ചവള് കാരണമല്ലേ ഇന്ദ്രജ ഈ ദുഷ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. മുത്തശ്ശി, അമ്മ ഇന്ദ്രജ കാണിക്കുന്നതൊക്കെ അവസരം മുതലാക്കാനാ. അവള് മീനാക്ഷി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലേ അത് മീനാക്ഷിയോടുള്ള വാത്സല്യം കൊണ്ടൊന്നുമല്ല, നമ്മൾ ചെമ്പകമംഗലക്കാരെ തോപ്പിക്കാൻ വേണ്ടിട്ടാ. ഈ തറവാടിന് ഈ നാശങ്ങളൊക്കെ വരുത്തി വെക്കുന്നത് ഇവള ഒറ്റ ഒരുത്തിയെ. ഒരു കാര്യം ഞാൻ പറയാം. കണ്ട സിദ്ധനും ജോത്സ്യനും മന്ത്രവാദിയൊക്കെ പറയുന്ന കേട്ട് ഇവിടെ ആരും തുള്ളാൻ നിൽക്കണ്ട. രാമേട്ടന് ഇല്ലാതായ ദുഃഖം ഉൾക്കൊണ്ട് തന്നെ പറയാ. ഇവള് എന്റെ വല്യേട്ടന്റെ മോള. അവളുടെ ഭർത്താവോട് നിപ്പുണ്ട്. അവനുള്ളപ്പോ എന്റെ ഇടപെടലിനൊരു പരിധിയുണ്ട്. മരിച്ചുപോയ മകനോട് ചെയ്ത പോലെ നീ ഈ കുഞ്ഞിനും ഇരിക്കപ്പിണ്ണം വെക്കരുത്. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ ബഹുമിടിക്കല്ലേ നീ? കൊല്ലേ. അതിന്റെ കൂടെ തെക്കുംപുറത്ത് ഈ ഭക്തന് കൂടി ഒരു പട്ടട ഒരുക്കിയേക്കാം. മീനാക്ഷി, മീനാക്ഷി, അവിടെ നിൽക്കാൻ. ഞാൻ പോവാ. എങ്ങോട്ട്? എങ്ങോട്ടാ നീ പോകുന്നേ? എങ്ങോട്ടെങ്കിലും. ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ മരിക്കും. എന്റെ മോളെ, നീ അങ്ങനൊന്നും പറയല്ലേ. എന്നെ പറയാനാ അപ്പൻ. നീ വാ, ഞാൻ പറയട്ടെ. വാ. എന്നെ ആട്ടി പുറത്തേക്ക് വീട്ടിലേക്ക് ഞാൻ തിരികെ വരാനോ? അതിലും ഭേദം എനിക്ക് മരണമല്ലേ അപ്പൻ. നിന്നെ ഇവിടെ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ? അവരെക്കാൾ ഇരട്ടി പേര് നിന്നെ ഇവിടെ സ്നേഹിക്കുന്നുണ്ട്. അതെന്താ നീ ഓർക്കാത്തെ? അത് മാത്രമല്ല മോളെ, നിന്നെ താലി കെട്ടി നിന്നെ ഭാര്യയായി സ്വീകരിച്ച നിന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്. അവന്റെ അനുവാദം ഇല്ലാതെ നീ എങ്ങോട്ട് പോവാൻ? നിന്നെ ഇതുവരെ അവൻ തെറ്റിദ്ധരിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല. അവന് നിന്നെ ജീവനാ. ഇവരുടെയൊക്കെ മുൻപില് കാർത്തേട്ടൻ നിസ്സഹായനാമ്മ. ഒരു നിസ്സഹായനുമല്ല, അവൻ നിലപാടുകൾ ഉള്ളവനാ. ആവശ്യം വരുമ്പോ അവൻ നട്ടല്ലോടെ നിന്ന് കാര്യം പറയും. എന്റെ മോള് വാ. നാടിന്റെ അടുത്ത് ഇറക്കി വിട്ടടുത്തേക്ക് ഞാനിനി ഇങ്ങനെ വരുമ്പ മുത്തശ്ശി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് ഇറങ്ങി പോവാനുള്ളവളല്ല നീ. ഇത് നിന്റെ അച്ഛന്റെ വീടാ, നിന്റെ ഭർത്താവിന്റെ വീടാ. വാ ഇങ്ങോട്ട്. ഞാൻ ചെമ്പകമംഗലത്തേക്കില്ല. വേണ്ട, ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നവരെ ഔട്ട് ഹൗസിലിരിക്കാലോ. തീരുമാനം ഉണ്ടാവണമല്ലോ. മോളെ, നീ കരയാതെ. നിന്നെ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ നിനക്ക് തോൽപ്പിക്കണമെങ്കിൽ നീ ചിരിച്ചുകൊണ്ട് നിൽക്കണം. മീനാക്ഷി എന്റെ ഭാര്യ.
അവളെ എല്ലാരും കൂടി ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. ഇനിയിപ്പോ അമ്മയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാരും കൂടി അവളെ ഇങ്ങനെ പ്രതിയാക്കുന്നത്? ആദ്യം ഒരു തെറ്റിദ്ധാരണ കാരണം ഞാനും അവളെ ശത്രുവാക്കി. അവള് വളരെ നല്ലവളാണെന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങളുടെ എല്ലാവരുടെ അംഗീകാരത്തോടെ ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അവളെ നീ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റില്ല. അവൾ എന്റെ മരുമകളല്ല. അവൾ ഈ വീട്ടിലെ എല്ലാവരുടെയും ശത്രുവാ. എല്ലാവരുടെയും ജീവനെടുക്കാൻ നടക്കുന്നവള്. നിന്റെ അച്ഛന്റെ ശവശരീരമെങ്കിലും ഒന്ന് കാണാൻ നിനക്ക് പറ്റിയോ? അതിന് പാവം മീനാക്ഷി എന്ത് ചെയ്തു എന്നാ ഞാൻ ചോദിക്കുന്നത്. അവളതിന് കാരണക്കാരി. അല്ലെങ്കിൽ രാമേട്ടന്റെ ഡെഡ് ബോഡി ഇന്ദ്രജ നമുക്ക് വിട്ടു തരുമായിരുന്നു, അറിയോ? അതിന് മീനാക്ഷി ഉത്തരവാദിയൊന്നുമല്ല. ഇത് നമ്മളോടുള്ള ഇന്ദ്രജ അമ്മായിയുടെ റിവഞ്ചാണ്. അതുകൊണ്ടാ നമ്മുടെ ആളുകൾ ദുബായിലുണ്ടായിരുന്നിട്ടും ചന്ദ്രഗിരി ദേവരാജൻ ഇടപെട്ട് അയാളുടെ ചെലവിൽ അച്ഛന്റെ ഡെഡ് ബോഡി നാട്ടിലെത്തിച്ചത്. കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്കിനിടയിൽ മീനാക്ഷിയെ നിങ്ങൾ ഇട്ടിങ്ങനെ ഞെരിക്കരുത്. അവളാണ് ഈ കുടുംബത്തിന്റെ നാശം. അതിനൊരു തർക്കവും വേണ്ട. ഏതോ ഒരു സിദ്ധന് ഓതിക്കൊടുത്ത വേദമന്ത്രമാ മീനാക്ഷി ഈ കുടുംബത്തിന്റെ ശത്രുവാണെന്ന്. സിദ്ധനായിപ്പോ ഇവരുടെയൊക്കെ ദൈവം. സിദ്ധനെ എന്തെങ്കിലും പോലീസ് പൊക്കും. ദൈവം ലോക്കപ്പില് തുണിയില്ലാ നിടികൊള്ളും. അന്നേരം ഇവരൊക്കെ സത്യം അറിയൂ. നീ കളിയാക്കൊന്നും വേണ്ട. ആരൊക്കെ പക്ഷം ചേർന്നാലും മീനാക്ഷിയോടുള്ള എന്റെ മനോഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ആരുടെയെങ്കിലും മുഖം പോലും ഒന്ന് കാണാതെ എന്റെ രാമേട്ടനാ ജയിലിൽ കിടന്ന് ഉരുകിയത്. ഒടുവില് ആ മണലാരണ്യത്തിൽ വെച്ച് അവരെന്റെ രാമേട്ടനെ തൂക്കിക്കൊന്നു. ഇതിനൊക്കെ കാരണം അവളാ, ആ മീനാക്ഷി, മാധുരിയുടെ മകള്. ശാപം കിട്ടി അവളെ. നീ നിന്റെ ഭാര്യയായിട്ട് വാഴിച്ച ഈ കുലം വരെ നശിച്ചു പോവും. അതുകൊണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവളെ ഈ ചെമ്പകമംഗലത്തെ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇത് ഉറച്ച തീരുമാനമാണോ? അതെ, എന്താ സംശയം? ഇഷ്ടപ്പെട്ട പെണ്ണിനെ താലി കെട്ടി കൂടെ കൂട്ടിയത് ഒരുമിച്ച് ജീവിക്കാനാ, അല്ലാതെ പെരുവഴിയിൽ ഉപേക്ഷിക്കാനൊന്നുമല്ല. അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടാവുമല്ലോ. നിനക്ക് പ്രത്യേകിച്ച് എന്ത് തീരുമാനം? എന്റെ ഭാര്യയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ എന്തിനു നിൽക്കുന്നു? ഞാൻ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നു. കാർത്തിക്,
കോമയുടെ ലക്ഷണങ്ങളാ. 24 അവേഴ്സിനുള്ളിൽ ബോധം തെളിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം. കോമാന്ന് പറഞ്ഞാൽ അറിയാലോ, പേഷ്യൻ്റ് എപ്പോൾ ഉണരുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അമ്മേ, ഒരു പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാവാം, ഒരു മാസം കഴിഞ്ഞാവാം, ഒരു വർഷം കഴിഞ്ഞും ആവാം. ചിലപ്പോ ഉണർന്നില്ല എന്നും വന്നേക്കാം. ഇനി ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ആരെയും ഓർമ്മയുണ്ടാവണമെന്നുമില്ല. ഇതെന്താ ഡോക്ടർ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം? അത് അന്നത്തെ ആക്സിഡന്റിൽ അയാളുടെ തലയ്ക്ക് ഒരു ക്ഷതം ഏറ്റിട്ടുണ്ട്. തലയ്ക്കുള്ളിലായതുകൊണ്ട് ആ ഇഞ്ചുറി അന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇന്നത്തെ സ്കാനിങ്ങിലാ അത് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞത്. ആക്സിഡന്റിലായി പേഷ്യന്റിനെ അന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോ അന്ന് നിങ്ങളിതൊക്കെ പരിശോധിച്ചതല്ലേ? അന്നെന്താ ഇതൊന്നും കണ്ടുപിടിക്കാറുന്നത്? അത് നിങ്ങളുടെ നിരുത്തരവാദിത്വം, അശ്രദ്ധ. വിലയേറിയ എത്ര മനുഷ്യജീവനുകളാ ഇതുപോലെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതാവുന്നത്. അന്ന് സ്കാൻ ചെയ്തപ്പോ അതിനകത്ത് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്കിതുപോലെ പറഞ്ഞ് കൈയൊഴിയാം. പൊലിഞ്ഞു പോകുന്ന 10,000-കണക്കിന് ജീവനുകൾ പോലെ തന്നെ ഇതും അത്ര തന്നെ. പണ്ടൊക്കെ ഡോക്ടർ എന്ന് പറഞ്ഞാ ദൈവതുല്യരാണെന്നർത്ഥം. ഇപ്പോ അല്ലെങ്കിലും ഇതൊന്നും ആതുരാലയങ്ങളല്ലല്ലോ, ബ്ലേഡ് കമ്പനി. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനുള്ള മറുപടി പറയാനോ തർക്കിക്കാനോ ഞാനില്ല. അപ്പോ അപ്പോ എന്റെ കുഞ്ഞ് അവൻ ഉണരില്ലേ? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരു മുന്നറിയിപ്പ് തന്നു, അത്രമാത്രം. പേഷ്യന്റിന് വേണ്ട എല്ലാ ട്രീറ്റ്മെന്റും ഞങ്ങൾ നൽകുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്ക്. പേഷ്യന്റിന് നല്ല കെയർ ആവശ്യമുണ്ട്. തൽക്കാലം എല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവണം. പേഷ്യന്റിന്റെ ഭാര്യ വന്നില്ലേ? ICUവിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ സിസ്റ്റേഴ്സ് വിളിപ്പിക്കും. അപ്പോൾ ഒരാൾ വേണം. അത് ഭാര്യയായ നല്ലത്. എന്റെ കുഞ്ഞിപ്പോ കരങ്ങിയിരിക്കും. അതിനെനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ അമ്മ. എന്തിനാ എല്ലാരും കൂടി എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നത്? അമ്മയ്ക്ക് പോയി കുഞ്ഞിനെ ഇങ്ങോട്ടൊന്ന് എടുത്തോണ്ട് വരാൻ പറ്റുമോ അമ്മ? എന്താ അമ്മയൊന്നും പറയാത്ത? ഞാൻ വളർത്തിയ കുഞ്ഞല്ലേ, അതിനെനിക്ക് എടുക്കാൻ പാടില്ലേ? നീ വളർത്തിയ കുഞ്ഞാണ് ശരി, പക്ഷെ അതിന് നിനക്ക് തരണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടോ? അപ്പൊ എന്റെ കുഞ്ഞ് എനിക്കില്ലാതാവുക അല്ലേ? ഛേ, അരുതാത്തതൊന്നും ചിന്തിക്കാതെ. ഞാനും ഒരു നിമിഷം അങ്ങനൊന്ന് ചിന്തിച്ചു പോയി. അതെന്റെ തെറ്റ്. എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ. എന്തായാലും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും. ഞാൻ ആലോചിക്കുന്നത് അതല്ല. ഇത്രയും നേരമായിട്ടും കാർത്തിമാൻ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തെ? എൻ്റെ ഭാര്യയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സ്ഥലത്ത് ഞാൻ എന്തിനു നിൽക്കുന്നു? ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഇവിടുന്ന് പോകുന്നു.